ഹായ് സുഹൃത്തുക്കളെ, സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾ ITI മുതൽ, അതായത് ഡിഗ്രി ആണെങ്കിലും ഡിപ്ലോമ ആണെങ്കിലും ഒക്കെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ പുതിയൊരു നോട്ടിഫിക്കേഷൻ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ മേഖലയിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ്. ഇപ്പോൾ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 എന്നുള്ളതാണ് ഈ തസ്തികയുടെ പേര്. അപ്പോൾ ഇതിനു മുന്നേ നമുക്കറിയാം 2019 ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നത്. 2018 പരീക്ഷ നടന്നിരുന്നു. അതിനുശേഷം റാങ്ക് ലിസ്റ്റ് ഓൾറെഡി എക്സ്പയർ ആയിട്ട് 2 വർഷത്തോളം ആവുന്നുണ്ട്. അപ്പോൾ കുറച്ചധികം വേക്കൻസികൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. നോട്ടിഫിക്കേഷനിൽ 2 വേക്കൻസി പറയുന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ ലിസ്റ്റിൽ നിന്ന് 8 പേർക്ക് നിയമനം ലഭിച്ചിരുന്നു. അപ്പോൾ ഈ ലിസ്റ്റിൽ നിന്നും കുറേയധികം ആളുകൾക്ക് നമ്മൾ നിയമനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരീക്ഷ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2ന്റെ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. കാറ്റഗറി നമ്പർ 238/2024 ഇതാണ് കാറ്റഗറി നമ്പർ. ഇപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ ഇത് ആക്റ്റീവ് ആണ്. നിങ്ങൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ വഴി നിങ്ങളുടെ PSC വെബ്സൈറ്റിൽ ചെന്നിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ വഴി ഈ പരീക്ഷയ്ക്കായിട്ട് അപേക്ഷ നൽകാൻ സാധിക്കുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 4 ആണ് എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇതിന്റെ ക്വാളിഫിക്കേഷൻ, അതിനു മുന്നേ ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കുക. 36 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുക. 2/1/1988 ശേഷം ജനിച്ച ആളുകൾക്കാണ്, അല്ലെങ്കിൽ ആ ഡേറ്റ് ഇൻക്ലൂഡഡ് ആണ്, ജനിച്ച ആളുകൾക്കാണ് ഇതിന് അപേക്ഷിക്കാനുള്ള യോഗ്യത. SC ST OBC വിഭാഗങ്ങൾക്ക് യൂഷ്വലായി കിട്ടുന്ന ഏജ് റിലാക്സേഷനും ഉണ്ടാവും. ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, അതായത് സിവിൽ എഞ്ചിനീയറിംഗിൽ ബിടെക് ഉള്ളവർക്കോ അല്ലെങ്കിൽ ഡിപ്ലോമയുള്ള ആളുകൾക്കോ ഈ പരീക്ഷയ്ക്കായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. മറ്റൊരു ക്വാളിഫിക്കേഷനും കൂടെ ഉണ്ട്. പാസ് ഇൻ ദി SSLC പാസ് ആവണം. അതിനുശേഷം ITI സർട്ടിഫിക്കറ്റ് ഇൻ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കൽ. അതാണ് കേട്ടോ രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ. അതായത് ITI മുതൽ യോഗ്യതയുള്ള ആളുകൾക്ക് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് PSC പറഞ്ഞിട്ടുണ്ട്. ഇക്വലന്റ് ക്വാളിഫിക്കേഷൻസ് ഒന്നും മറ്റൊന്നും കൊടുത്തിട്ടില്ല. ഈ യോഗ്യതയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഇതിനകത്ത് മറ്റ് കൺഫ്യൂഷൻസിന്റെ ഒന്നും ആവശ്യമില്ല. ITI ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കലിൽ ITI യോഗ്യതയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. SSLC ഉണ്ടായിരിക്കണം. SSLCക്ക് ശേഷമായിരിക്കണം ITI ഉണ്ടായിരിക്കേണ്ടത്. പിന്നീട് ഡിഗ്രി അല്ലെങ്കിൽ ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമയുള്ള ആളുകൾക്ക് ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. സിവിൽ എഞ്ചിനീയർമാർക്ക്. ഓക്കെ, മെക്കാനിക്കലുകാരുടെ കാര്യം പറയുന്നില്ല. അപ്പോൾ ഇതിന്റെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗിന്റെ നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഉൾപ്പെടെയുള്ള എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ മെക്കാനിക്കലിന്റെ കുറച്ച്, അതായത് സിവിലുകാർ പഠിക്കുന്ന ഭാഗങ്ങൾ തന്നെയാണ് എഞ്ചിനീയറിംഗ്, ഡ്രോയിങ്, സ്ക്രൂ ത്രെഡ്സ് തുടങ്ങിയ കാര്യങ്ങളും ഇതിനകത്ത്, ഓട്ടോക്യാഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ സിലബസ് അനുസരിച്ച് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിശ്ചിത യോഗ്യതയുള്ളവരെ സംബന്ധിച്ച് ഈ പരീക്ഷയ്ക്കായിട്ട് അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ മറ്റ് പ്രിപ്പറേഷന്റെ കൂടെ തന്നെ ഇതും പഠിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കോഴ്സിന്റെ കോഴ്സിന്റെ വിശദാംശങ്ങളൊക്കെ അറിയാനായിട്ട് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലൊക്കെ ഉള്ള നമ്പറുകളിലൊക്കെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പഠിക്കേണ്ട, ഇതിന് അപേക്ഷ കൊടുക്കുക. നിശ്ചിത യോഗ്യതയുള്ളവർ. അതിനുശേഷം സർക്കാർ ജോലി നേടാൻ സാധിക്കുന്ന ഒരവസരവും നമ്മൾ പാഴാക്കരുത്. ഇത് ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഈ പരീക്ഷയ്ക്കായിട്ടും പഠിച്ചു തുടങ്ങുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.